മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. 48,574 അപ്സൈഡ് ലിക്വിഡിറ്റി. ഇപ്പോൾ ഓൾറെഡി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്കായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് വരിക ഫസ്റ്റ്. അതുപോലെ ഡൗൺ സൈഡ് 48,238 അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് താഴെ ഈ ഏരിയ വെക്കാൻ പറ്റും. നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 48,574 മുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ട് താഴേക്കാണ് ബാങ്കിൽ ആദ്യത്തെ ട്രേഡ് ഉണ്ടാവുക. നിഫ്റ്റിയിൽ 22,253 ടാപ്പ് ചെയ്യുമ്പോഴാണ് താഴേക്ക് നമ്മൾ നോക്കുക. അതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ 22,104 അത് ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കും പ്ലാൻ ചെയ്യും. ഇതൊരു 22,104 എന്ന് പറഞ്ഞാൽ ഡേ ലോ ലിക്വിഡിറ്റി ഒക്കെയാണ്. ഏതായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏത് ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സമയം 9:26 ആയിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത 22,253.75 നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻട്രി തരാതെ താഴേക്ക് വന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും സെയിം ഏരിയ ടാപ്പ് ചെയ്തിട്ട് താഴെ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. നമ്മൾ പെർഫെക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത അതേ ലിക്വിഡിറ്റി ഏരിയ തന്നെ മാർക്കറ്റ് കറക്റ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എൻട്രി തന്നിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ലിക്വിഡിറ്റി ഏരിയ കറക്റ്റായിട്ട് മാർക്കറ്റ് വർക്കാവും, പക്ഷെ നമുക്ക് എൻട്രി കിട്ടാത്ത അവസരം ഉണ്ടാവും. നിഫ്റ്റിയിൽ സമയം 9:58. നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ട്രേഡ് നോക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി പ്രീവിയസ് ഡേൻ്റെ ലോ ഒക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാം. ഇതൊരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ എന്നൊക്കെ താഴേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ, പക്ഷേ പുട്ട് ഓപ്ഷനിൽ എൻട്രി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ എൻട്രി കിട്ടിയത് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷനിലുള്ള എൻട്രിയാണ്. അപ്പം നോക്കാം. ഇത് ചാർട്ട് ഭയങ്കര ഷോക്കാണ്. ഈ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ചാർട്ട് കിട്ടൂല. ഏതായാലും ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ പ്രീമിയം ഉള്ളത് 160 22.50 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ഉള്ളത്. നമുക്കൊരു 160 തന്നെ നോക്കാം. അതിൻ്റെ താഴെ ആയിരിക്കും എൻട്രി വരുമ്പോൾ. ഓക്കെ, ആ ഒരു സമയത്ത് എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. നിഫ്റ്റിയിൽ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇതുവരെ നമുക്ക് ഒറ്റ ട്രേഡും കിട്ടിയിട്ടില്ല. രാവിലത്തെ മുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രി തരാതെ മാർക്കറ്റ് കറക്റ്റായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ കോൾ ഓപ്ഷനിലാണ് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നോക്കാം, മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇല്ല, എത്തിയിട്ടില്ല. എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ. എന്താ പറയുക, പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പോഴും സ്റ്റില്ലൊരു ബുള്ളിഷ് സിഗ്നൽ തോന്നില്ല. മാർക്കറ്റ് ഇപ്പോഴും അങ്ങനെ ബെയറിഷും അല്ല എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. ഞാൻ അപ്പ് സൈഡിലേക്ക് പോകുമെന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറച്ച് മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡൊക്കെ ലിക്വിഡിറ്റി എടുത്ത് ഒന്ന് അപ്പ് സൈഡിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാനൊരു കോൾ ഓപ്ഷൻ ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, മന്ത്ലി ടൈം ഫ്രെയിമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വലിയൊരു മന്ത്ലി ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇന്ന് മാർച്ചും ആയില്ലേ. അപ്പം ഫെബ്രുവരിൻ്റെ ലോ എടുക്കുക എന്ന് പറയുമ്പോൾ മന്ത്ലിയിൽ ഓക്കെ നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. വെയിറ്റ് ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയും നല്ല വേരിയേഷൻ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കട്ടോ, മുകളിലേക്ക് നോക്കാം. ആദ്യം നിഫ്റ്റിയിലാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 155.35 പെട്ടെന്ന് തന്നെ ലോസിലേക്കാണല്ലോ. ടാർജറ്റ് വലിയ ടാർജറ്റാണ്. ടാർജറ്റ് അത്യാവശ്യം 1:1 ഒക്കെ അവിടെ നിൽക്കട്ടെ, സെല്ലിലേക്കായിരിക്കും. പക്ഷെ ഞാനൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സെല്ലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. 2000 സംതിങ് ആണ് നമ്മുടെ ലോസ് വരിക. തിരിച്ച് കയറുന്നുണ്ട്, കയറട്ടെ. 675 618 ആയിട്ടുണ്ട്. ഞാൻ 2000 ലോസ് കാണിച്ചതാണ്. പെട്ടെന്നൊരു ബൗൺസ് കിട്ടിയിട്ടുണ്ട്.
നോക്കാം. സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് ആ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴേക്ക് അങ്ങനെ വന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. എസ് എൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. 2310 എസ് എൽ ലോസിലാണ് ഫസ്റ്റ് ട്രേഡ്. നമുക്ക് നമ്മുടെ ഓർഡറൊക്കെ ഇവിടെ കാണാം. 10:01 എൻട്രി, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ, 1 മിനിറ്റ് കൂടെ ആയില്ല, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് എസ് എൽ ആണ്. ഇനി സെക്കൻഡ് ട്രേഡ് നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ആണെങ്കിൽ ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് തന്നെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ ഏതാ നോക്കട്ടെ, അവസരം കിട്ടുമ്പോൾ നോക്കാം. കാരണം അപ്പ് സൈഡിലേക്ക് ഞാൻ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ആണെങ്കിൽ ഒരു അപ്പ് സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. ഏതാണ് ആദ്യം കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം, അതായിരിക്കും നന്നാവുക. നോക്കാം. സമയം 10:08 ആയിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡ് നോക്കാം. 120 ക്വാണ്ടിറ്റിയാണ് ബാങ്ക് നിഫ്റ്റി ചെയ്യാറുള്ളത്. 20 പോയിന്റ് എസ് എല്ലിൽ സെറ്റ് ചെയ്തിടാം. ഓർഡറൊക്കെ റെഡി ആക്കി വെക്കാം. എൻട്രി ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുക്കാം. ഇതും ഇന്ന് പ്രീവിയസ് ടൈമിലുള്ള ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചുള്ള ട്രേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമലി ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രേഡ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് നോക്കുക. പക്ഷേ ഞാൻ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആവുന്ന എൻ്റെ പ്രതീക്ഷ. എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയത് 947-നാണ്. 950 പോകുന്നുണ്ട്. ചെറിയ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോർമലി നമ്മൾ ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച്. പക്ഷേ ഇന്നത്തെ പ്രൈസ് ആക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഏരിയയിലും ലിക്വിഡിറ്റി ഒന്നും ഇല്ല മാർക്കറ്റിൽ. ഇന്നിപ്പം ടാർജറ്റ് വെക്കണമെങ്കിൽ ഡേ ഹൈ വെക്കേണ്ടി വരും ബാങ്കിലാണെങ്കിലും. ഇത് നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. സെക്കൻഡ് ട്രേഡിൽ എസ് എൽ അടിക്കുകയാണെങ്കിൽ പിന്നെ ഇന്നത്തെ ട്രേഡ് ഉണ്ടാവില്ല. രണ്ട് എസ് എൽ ആണ് മാക്സിമം. അതാണ് നമ്മുടെ റൂള്. ഇനി ഇതിലേക്ക് ടാർജറ്റ് വരികയാണെങ്കിൽ പിന്നെ നമുക്കൊരു ട്രേഡും കൂടെ നോക്കാം. അങ്ങനെ 1000 റുപ്പീസൊക്കെ പ്രോഫിറ്റ് വരുന്നുണ്ട് ഈ ഒരു ട്രേഡിൽ. നോക്കാം, കയറുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാർക്കറ്റ് മന്ത്ലി ടൈം ഫ്രെയിമൊക്കെ ഒരു ലിക്വിഡിറ്റി എടുത്ത് ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ മിക്കവാറും അപ്സൈഡിലേക്ക് കുറച്ച് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബുള്ളിഷായിട്ട് ഇന്ന് നോക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡ് ബുള്ളിഷ് ട്രേഡ് എടുത്തിട്ട് എസ് എൽ അടിച്ചാലും ടാർജറ്റ് അടിച്ചാലും നമ്മൾ സെക്കൻഡ് ട്രേഡ് അന്നത്തെ ദിവസം പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് പൊതുവേ ചെയ്യുക. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷയുണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുള്ളത്. പ്രതീക്ഷ മാത്രമാണ്, പ്രതീക്ഷ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എസ് എൽ അടിച്ചാൽ നമ്മളുടെ അടുത്ത് കറക്റ്റ് പ്ലാൻ ഉണ്ട്. ഓക്കെ, എസ് എൽ അടിച്ചിട്ടുണ്ട്. എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. സമയം 10:10 ആയിട്ടുള്ളൂ. ഒരുപാട് സമയമുണ്ട്. ഇനി നമുക്ക് ചാർട്ടിനെ വാച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ബാക്കിയുള്ള ടൈമൊക്കെ നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഓർഡറൊക്കെ ഇവിടെ കാണാം. ടോട്ടൽ ഇന്ന് 2 ട്രേഡ് 2 എസ് എൽ. നമ്മുടെ മാക്സ് ലോസ് ആയപ്പം സ്റ്റോപ്പ് ചെയ്തു. നാളത്തെ ദിവസം നോക്കാം. 10:10 ആയിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഒരുപാട് ചാർട്ട് അനലൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇത്തരം സമയങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സിനിമ കാണുക, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യല്ലേ, സിസ്റ്റം അടച്ച് വെക്കുക. ചാർട്ട് അനലൈസ് ചെയ്യേണ്ടാത്ത ആളുകൾ സിസ്റ്റം അടച്ചൊക്കെ ചെയ്യാം. അതായത് പ്രോപ്പർ റൂൾ ഫോളോ ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു, ബൈ.